blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത എൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് എറണാകുളത്ത് നിന്നുള്ള ചിന്നമ്മ സ്കറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ബർത്ത്ഡേ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് തൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ദീർഘായുസിനായി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആൻറ്റി. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ചേർന്ന് USA നിയാസ് കറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ എത്രയും വേഗം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. റിയ സാൻഡി, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ. സൗദി അറേബ്യയിൽ നിന്നുള്ള ജൂലി അന അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. തനിക്ക് നല്ല ആരോഗ്യം നൽകണമേ, ദീർഘായുസ് നൽകണമേ, നല്ല ഒരു ഫ്യൂച്ചർ നൽകണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജൂലി. കർത്താവ്, ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് ലിൻസി ലൂക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുബൈയിൽ നിന്നുള്ള ഈ സഹോദരിയെയും അവളുടെ സഹോദരിയെയും ഒരു സ്വന്തം ഭവനം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവ്, ഭർത്താവിൻ്റെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി ഭർത്താവ് വിടുവിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വർക്കല ജൂലൈ 1 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. UD ഓഡിറ്റോറിയം, പോസ്റ്റ് ഓഫീസിന് സമീപം, അമ്പലം റോഡ്, വർക്കല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 14 തീയതിയായിരുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2015 നടന്നത്. 1500-ലധികം പേരാണ് ഈ പ്രാവശ്യത്തെ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുത്തത്. ഹോൾ മുഴുവൻ നിറഞ്ഞ ആളുകളായിരുന്നു. പക്ഷേ ആ ദിവസം ദൈവത്തിൻ്റെ അസാധാരണമായൊരു കൃപ ദമ്പതികളുടെ മേൽ ഇറങ്ങി വരുന്നത് കാണാൻ സാധിച്ചു. ഞാൻ ആ ക്ലാസ്സിനിടയിൽ പലപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വളരെ അസുലഭമായിട്ട് ഇന്നത്തെ കാലത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും കൂടെ ചില മണിക്കൂറുകൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത, സാധാരണ ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി മണിക്കൂറുകൾ തന്നെ ഭാര്യയും ഭർത്താവും അടുത്ത് ഇരുന്ന്, പിന്നെ രാത്രി വീട്ടിൽ പോയിട്ടും ഒരുമിച്ചിരുന്ന് ഇരിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു വർക്ക്ഷോപ്പാണ് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ. ആ ദിവസം നടന്ന സന്ദേശങ്ങളാണ് ഇനിയുള്ള ഈ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ആ ഒരു സെഗ്മെൻറ്റിലുണ്ടായിരുന്ന സന്ദേശം നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ കേൾക്കാം. I'm here to encourage every husband and every wife. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ധൈര്യപ്പെടുത്തുവാനും സജ്ജരാക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. And I want to help build your home into a happy home. മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളെ ഒരു സന്തുഷ്ട കുടുംബമായി പണിയുവാനാണ് ദേവദാസൻ ഇവിടെ നിൽക്കുന്നത്. So whenever you take a decision or whenever you plan to put into practice something, you can write down that 1, 2, 3, 4 your action plan. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ നിങ്ങൾ എഴുതിയിടുക. In our lives there can come a lot
of challenges in our married life. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ നേരിടാം. You may be facing many serious challenges today in your marriage. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെ ഗൗരവപൂർവമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നേരിടുന്നവരായിരിക്കാം നിങ്ങൾ. But don't expect a magic today. പക്ഷെ ഇന്ന് നിങ്ങളൊരു മായാജാലം നടക്കുന്നു ചിന്തിക്കരുത്. But God will perform a miracle. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. But you have to cooperate with the Holy Spirit. പക്ഷെ ആ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. Are you ready for that? നിങ്ങൾ അതിന് തയ്യാറാണോ? I am married for the last 18 years now. ബ്രദർ ഡാമിയൻ കഴിഞ്ഞ 18 വർഷമായിട്ട് വിവാഹിതനാണ്. And we are happy. ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. I believe by the grace of God we have a happy home. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വിശ്വസിക്കുകയാണ് ഞങ്ങൾക്ക് ദൈവം ഒരു സന്തുഷ്ട കുടുംബം The നൽകിയിരിക്കുന്നു. main reason is that there is a fifth member in our family. അതിന്റെ മുഖ്യ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അഞ്ചാമതൊരു അംഗം കൂടെയുണ്ട്. Me and my wife, 2 children plus 1. ഞാൻ, എൻ്റെ ഭാര്യ, 2 കുട്ടികൾ, പിന്നെ ഒരാൾ കൂടെ ഉണ്ട്. Who is that? അതാരായിരിക്കും? That is our Lord Jesus. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. And that fifth member is with me. ആ അഞ്ചാമത്തെ അംഗം എൻ്റെ കൂടെയുണ്ട്. The fifth member is with my wife. ആ അഞ്ചാമത്തെ അംഗം എൻ്റെ ഭാര്യയുടെ And the കൂടെയുണ്ട്. fifth member is with my son and daughter. മാത്രമല്ല എൻ്റെ മക്കളുടെ കൂടെയും ആ അഞ്ചാമത്തെ അംഗമുണ്ട്. So whatever happens to us, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും He will take care of it. അദ്ദേഹം അത് നോക്കിക്കോളും. Hallelujah. ഹല്ലേലൂയ. But let me tell you one thing. If you want to have some drawings, you have to invest first. നിങ്ങൾക്ക് ചിലത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ, എന്തെങ്കിലും പിൻവലിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കണം. Hallelujah. ഹല്ലേലൂയ. If you want to draw 5,000 rupees from a bank account, you have to deposit first. നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും 5000 രൂപ പിൻവലിക്കണമെങ്കിൽ ആദ്യം 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. I will tell a few personal stories today. ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറയാം. Before marriage, I started praying for my marriage. എൻ്റെ വിവാഹത്തിന് മുൻപ് ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. How many years? എത്ര വർഷം പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? 30 years? 30 വർഷമാണോ? No, 3 years I prayed. 3 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. And I had a slip of paper in my hands to pray, and on that slip I had written 28 points. എൻ്റെ കയ്യിൽ ഒരു കടലാസിൽ 28 പോയിന്റുകൾ എഴുതിയിട്ട ഒരു അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. I think I started 94. I started praying and praying. 28 points. എനിക്ക് തോന്നുന്നു 1994 ഇത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 28 പോയിന്റുകൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. And let me tell you, with all glory to God, most of those prayer requests were answered. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയട്ടെ, അതിലെ ഭൂരിഭാഗം പ്രാർത്ഥന വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി തന്നു. What I'm trying to say is that even before I started my marriage, I started investing prayer into our marriage. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഞാൻ വിവാഹിതനാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥന നിക്ഷേപിച്ചു. And on that paper, on the second page, I had written one verse. ഞാൻ ആ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയതിൻ്റെ മറുഭാഗത്ത് ഞാനൊരു വചനം എഴുതിയിരുന്നു. That was Proverbs 12 and verse number 4. സദൃശ്യവാക്യങ്ങൾ 12-ന്റെ 4-ാമത്തെ A വചനമായിരുന്നു. wife of a noble character is her husband's crown, but a disgraceful wife is like decay in his bones. ഉത്കൃഷ്ടയായ ഭാര്യ അവളുടെ ഭർത്താവിന് കിരീടം, നാണക്കേടുണ്ടാക്കുന്നവളോ അയാളുടെ അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നു. ആദ്യത്തെ പാർട്ട് ഒന്നുകൂടി വായിച്ചു. ഉത്കൃഷ്ടയായ ഭാര്യ Yes. അവളുടെ ഭർത്താവിന് കിരീടം. Yes. This was what I had written at the bottom of the prayer request. ആ ഭാഗമാണ് ഈ പ്രാർത്ഥന വിഷയങ്ങളുടെ താഴ്ഭാഗത്തായിട്ട് ഞാൻ എഴുതിയിരുന്നത്. And I know one thing, God has heard my prayers. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. I am blessed with the best wife in the world. ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയെ നൽകി ഞാൻ അനുഗ്രഹീതനായിരിക്കുകയാണ്. കണ്ണുകടിച്ചിട്ട് കാര്യമില്ല, 3 വർഷത്തെ പ്രാർത്ഥനയാണ്. Hallelujah. ഹല്ലേലൂയ. So I'm going to give you a few tips on how to invest into your marriage. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടതെന്നുള്ള ചില ടിപ്പുകൾ, പൊടിക്കൈകൾ ഞാൻ Okay, പറഞ്ഞു let us തരാം. start. നമുക്ക് തുടങ്ങാം. How can you invest into your future? നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ നിക്ഷേപിക്കുവാൻ I കഴിയും? mean into your future marriage life. ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഭാവി കുടുംബജീവിതമാണ്. What you can do today ഇന്ന് to നിങ്ങൾ- have a blessed married life in the days to come. വരുന്ന ദിനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് ഉടമയാകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? Number 1, 1, prayer. പ്രാർത്ഥന.
Pray for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Pray for your life partner. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Pray for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. We are going to go fast. Are you ready? ഞങ്ങൾ ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്. തയ്യാറാണോ? Number 2. 2. Reading relevant Bible portions on marriage. ബൈബിളിൽ നിന്നും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രസക്തമായ വചനഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. So Genesis to Revelation, we can read a lot of Bible verses on marriage. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നിരവധി വചനങ്ങൾ വായിക്കാൻ കഴിയും. Select them, അതിനെ തിരഞ്ഞെടുക്കുക, underline them, highlight them, അടിവരയിടുക, ഹൈലൈറ്റ് ചെയ്യുക, by heart them, അതിനെ മനഃപാഠമാക്കുക, confess them in your prayers, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അതിനെ പ്രഖ്യാപിക്കുക, and align your life according to the Bible instructions. ആ ബൈബിളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുക. Number 3. 3. Read good books on family life. മൂന്നാമത്തേത് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. So not only reading the Bible, you can read extra biblical literature. ബൈബിൾ മാത്രമല്ല, ബൈബിൾ പരമായ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. Number 4. 4. Observe good examples of married life. നല്ല കുടുംബജീവിതത്തിന്റെ മാതൃകകൾ നിങ്ങൾ വീക്ഷിക്കുക. In other words, observe couples who are leading a very good family life. നല്ല കുടുംബജീവിതം നയിക്കുന്ന മാതൃകാപരമായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതം നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. Number 5. 5. Plan your future together. നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം നിങ്ങൾ ഒരുമിച്ച് പദ്ധതിയിടണം. That means set apart some time, sit together, only husband and wife, and plan for your future. അതിന്റെ അർത്ഥം അതിനുവേണ്ടി മനഃപൂർവ്വമായി കുറച്ച് സമയം മാറ്റിവെച്ച് ഭാര്യയും ഭർത്താവും ഇരുന്ന് ഭാവിയിലേക്കുള്ള ജീവിതം ആസൂത്രണം ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. ഈ വർഷത്തെ നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് ജൂലൈ 6 ബുധനാഴ്ച നടക്കുകയാണ്. I really want to invite you personally. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, if you are a husband or a wife, please come and attend this conference. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് തൻ്റെ കൈകൾ ഒരു കൈ ഭർത്താവിൻ്റെ മേലും ഒരു കൈ ഭാര്യയുടെ മേലും വെച്ച് ആദിയിൽ അനുഗ്രഹിച്ചതുപോലെ കർത്താവ് നിങ്ങളെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. So forget all excuses. Do register your names today itself and come prayerfully. ഇപ്പോഴേ പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയണമേ. പ്രാർത്ഥനയോടുകൂടെ ഈ കോൺഫറൻസിലേക്ക് വന്നു ചേരുക. Definitely the Lord Jesus will bless you. First few years are very, very important. ആദ്യത്തെ ചില വർഷങ്ങൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. Those years are called bonding years. ആ വർഷങ്ങളെയാണ് കൂട്ടിയോജിക്കുന്ന ബോണ്ടിങ് നടക്കുന്ന വർഷങ്ങൾ എന്നറിയപ്പെടുന്നത്. Very, very important. വളരെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങൾ. 1 Corinthians chapter 7. 1 കൊരിന്ത്യർ 7 verses 5, 10 and 19. അതിന്റെ 5, 10, 39. Do not deprive each other, except perhaps a mutual consent for a time, so that you may devote yourselves to prayer. Then come together again, so that Satan will not tempt you because of your lack of self-control. 5. ഭാര്യ ഭർത്താക്കന്മാർ ഉഭയസമ്മതപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചിത സമയത്തേക്ക് പിരിഞ്ഞിരിക്കുന്നതല്ലാതെ പരസ്പരം അവകാശങ്ങൾ നിഷേധിക്കരുത്. ആത്മനിയന്ത്രണത്തിന്റെ അലംഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കുവാൻ വീണ്ടും ഒന്നിച്ചു ചേരുവിൻ. So the essence of this verse is that the husband and wife should never be separated. ആ വാക്യത്തിന്റെ അന്തസത്ത എന്നുള്ളത് ഒരിക്കലും ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കാൻ പാടില്ല. Action plan 1. I will never be separated from my wife or from my husband. എഴുതിയിടുക, ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു നിൽക്കുകയില്ല. Verse number 10. To the married I give this command, not I but the Lord. A wife must not separate from her husband. 10ാമത്തെ വചനം, വിവാഹിതർക്ക് ഞാനല്ല കർത്താവ് തന്നെ കൊടുക്കുന്ന കൽപ്പന ഇതാണ്, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. അവസാന ഭാവം കൂടി വായിക്കാം. ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. Verse number 39. 39ാമത്തെ വചനം, A woman is bound to her husband as long as he lives. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഭാര്യ അയാളോട് ബന്ധിതയായിരിക്കുന്നു.
Today, people are very, very professionally minded. ഇന്ന് പല ആളുകളുടെയും പ്രൊഫഷണലി അല്ലെങ്കിൽ ഔദ്യോഗികമായി മാത്രം ചിന്തിക്കുന്നവരാണ്. So after marriage, husband goes to the north and the wife goes to the south for work. വിവാഹത്തിന് ശേഷം ജോലി കാര്യങ്ങൾക്കായി ഭർത്താവ് വടക്കോട്ട് പോകുന്നു, ഭാര്യ തെക്കോട്ട് പോകുന്നു. അപ്പം തെക്കോട്ട് അമ്മ വടക്കോട്ട് അങ്ങനെ കേട്ടിട്ടില്ലേ? അതുപോലെ പോക്ക. Because the work is important for them. കാരണം അവർക്ക് അവരുടെ ജോലിയാണ് പ്രധാനപ്പെട്ടത്. Somehow to amass some money. എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം. I'm not against going to the Gulf or going to any place for work, but make it a priority that your married life will not be separated. ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നതിനോ വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിനോ എതിരല്ല. പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുക. I have seen some families, the husband is in the Gulf, wife is here, and the children are studying in North India. ഞാൻ ചില കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഭാര്യ നാട്ടിലുണ്ട്, മക്കൾ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്നു. In some families, 4 members in 4 countries. ചില കുടുംബങ്ങളിൽ 4 കുടുംബാംഗങ്ങളും 4 രാജ്യത്തായിരിക്കും. What happens is they have no family life. എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഒരു കുടുംബജീവിതമില്ല. And after marriage, the children also do the same thing. അപ്പോൾ വിവാഹത്തിന് ശേഷം കുട്ടികളും അത് തന്നെ അനുകരിക്കും. Husband in UK and the wife in Australia. ഹസ്ബൻഡ് UK താമസിക്കും, വൈഫ് ഓസ്ട്രേലിയയിൽ താമസിക്കും. No family life, no bonding. അവിടെ അവർ പരസ്പരം ബന്ധിക്കപ്പെടുന്നില്ല, അവർക്ക് കുടുംബജീവിതം നഷ്ടപ്പെടുന്നു. Hallelujah. ഹല്ലേലൂയ. So in this conference, this is what I have to give you, a humble advice. Give your family life the most importance. അതുകൊണ്ട് ഈ കോൺഫറൻസിൽ എൻ്റെ ഏറ്റവും വിനീതമായ ഒരു അപേക്ഷ ഇതാണ്, നിങ്ങളുടെ കുടുംബത്തിന്, കുടുംബജീവിതത്തിന് ഒന്നാം സ്ഥാനം, പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. Hallelujah. ഹല്ലേലൂയ. How that bonding together. നിങ്ങൾ ഒരുമിച്ചുള്ള ആ സന്തോഷം ഉണ്ടായിരിക്കട്ടെ. In travel, in prayer, in all planning, in everything, be together. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, എല്ലാം ഒരുമിച്ച് ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. Proverbs 18 and verse number 22. സദൃശ്യവാക്യങ്ങൾ 18:22. He who finds a wife finds what is good and receives favor from the Lord. ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മ കണ്ടെത്തുന്നു, യഹോവയിൽ നിന്ന് പ്രസാദം പ്രാപിക്കുകയും ചെയ്യുന്നു. The Bible says your wife is a gift from the Lord. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ ഭാര്യ ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. Proverbs 18:22 says, he who finds a wife finds what is good and receives favor from the Lord. സദൃശ്യവാക്യങ്ങൾ 18:22 വായിക്കുന്നു, ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മ കണ്ടെത്തുന്നു, യഹോവയിൽ നിന്ന് പ്രസാദം പ്രാപിക്കുകയും ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. So when you get a wife, you are getting favor from the Lord. നിങ്ങൾക്ക് ഒരു ഭാര്യയെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രസാദം, അനുകൂലത ലഭിക്കുകയാണ്. Proverbs 31 and verse number 10 says, സദൃശ്യവാക്യങ്ങൾ 31 അതിന്റെ 10ാമത്തെ വചനം, a wife of noble character who can find, she is worth far more than rubies. ഉത്തമ സ്വഭാവമുള്ള ഭാര്യയെ ആർ കണ്ടെത്തും? അവൾക്ക് രത്നങ്ങളെക്കാൾ വിലയേറും. Hallelujah. ഹല്ലേലൂയ. Remember one thing, a good relationship will have to go through a lot of challenges. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നല്ല ഒരു കുടുംബ ബന്ധം എപ്പോഴും വെല്ലുവിളികളിലൂടെ കടന്നു പോകേണ്ടി വരും. Can I tell you something? ഞാനൊരു കാര്യം പറയട്ടെ. Husbands and wives, ഭാര്യയും ഭർത്താവും, between you might have experienced a lot of challenges. നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. Why? എന്തുകൊണ്ടാ? Because you have a great core. കാരണം നിങ്ങൾക്ക് വലിയൊരു വിളിയുണ്ട്. Because you want to stick to your partner. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ It ആഗ്രഹിക്കുന്നു. is a good relationship. അത് നല്ലൊരു ബന്ധമാണ്. And you are working on it. നിങ്ങൾ അതിന്മേൽ നിങ്ങൾ പണിയുകയാണ്. Hallelujah. ഹല്ലേലൂയ. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival,
July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York 11001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വർക്കല ജൂലൈ 1 വെള്ളി സമയം രാവിലെ 10 മുതൽ 1 മണി വരെ UD ഓഡിറ്റോറിയം പോസ്റ്റ് ഓഫീസിന് സമീപം അമ്പലം റോഡ് വർക്കല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 2 ശനി സമയം രാവിലെ 10 മുതൽ 1 മണി വരെ ഷാരോൺ ഓഡിറ്റോറിയം എലൈറ്റ് ഹോട്ടലിന് സമീപം തിരുവല്ല. ഇവർക്ക് കർത്താവ് ചെയ്ത വലിയൊരു നന്മയെക്കുറിച്ച് പറയാനാണ് വന്നത്. 2006 ഇവർ ആദ്യമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നത്. ആ സമയത്ത് നമുക്ക് ഒരു ആ ഭാഗത്താണ് നമ്മുടെ ചെറിയൊരു അതെ ഹോളും പന്തലും ഒക്കെ ഇട്ടിരിക്കുന്ന കാലം. ആ സമയത്ത് ഇവർ 11 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, എന്നാൽ ഇവർ വരുന്ന സമയത്ത് തന്നെ ഇവർ കുഞ്ഞുങ്ങളുണ്ടാകാത്തത് മൂലം പല ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ഇവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിരുന്നു. കാരണം ശരീരത്തിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് പോയി. എന്നാൽ ആ ഹോസ്പിറ്റലിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റുകളെല്ലാം പരാജയമായിരുന്നു. എന്നാൽ വലിയൊരു വിശ്വാസം ഇവരുടെ അകത്തേക്ക് വന്നു. കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് മക്കളെ തരും. 2010 ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ച്, ലിൻഡ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ വെച്ച് ബ്രദർ ഡാമിയൻ അന്നവിടെ ഇവരേക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ഈ സഹോദരിയുടെ തലയിൽ കൈവച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. അന്ന് അവരുടെ പ്രാർത്ഥന വിഷയം മെയിനായിട്ട് കുഞ്ഞുങ്ങളല്ല, കാരണം അത്രയും കടഭാരത്തിലാണ് ഇവർ നീങ്ങുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ പ്രശ്നം. ജോലിയില്ല, വരുമാന മാർഗമില്ല, കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതാണ് ഏറ്റവും അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നം എന്നുള്ളത്. എന്നാൽ ബ്രദർ കൈവച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: വളരെ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ളൊരു കുഞ്ഞിനെ കർത്താവ് നിനക്ക് ദാനമായിട്ട് തരുന്നത് ഞാൻ കാണുന്നു. സംഭവിക്കുന്നത് 2010. യെസ്. ഓക്കെ. ഈ സഹോദരി പറയുന്നത്, ഈ വർഷങ്ങളായി നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു സാധാരണ ഒരു നല്ല കുടുംബം എന്ന് തോന്നുകയുള്ളൂ. പക്ഷേ അവർ വന്ന അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. 0 നിന്നല്ല കർത്താവ് ഇവരെ പൊക്കിയെടുത്തത്, മൈനസിൽ നിന്നാണ് കർത്താവ് ഇവരെ പൊക്കിയെടുത്തത്. 0 നിന്നല്ല ഇവരെ പൊക്കിക്കൊണ്ടുവന്നത്, മൈനസിൽ നിന്നാണ് കർത്താവ് ഇവരെ പൊക്കിക്കൊണ്ടുവന്നത്. ശരിയാണോ മക്കളെ? ശരിയാണ്. കാരണം ഇദ്ദേഹത്തിന് വലിയൊരു മാരാരോഗം ഉണ്ടായിരുന്നു, തൻ്റെ ബ്ലഡിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കർത്താവ് അതിനെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. ആ രോഗത്തിന് വല്ല പേര് വല്ലതും ഉണ്ടോ, അറിയാമോ? തൻ്റെ ബ്ലഡിൽ വളരെ ബ്ലഡിന്റെ അണുക്കൾ കുറയുന്നത്, ബ്ലഡിലുള്ള അണുക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രോഗമായിരുന്നു. അതെ, വളരെ വളരെ കുറഞ്ഞ ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അത് മരണത്തിന്റെ അവസ്ഥയിലേക്ക് വരെ പോകാമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് കർത്താവ് ഈ മകനെ രക്ഷിച്ചത്. അപ്പോൾ തന്നെ ഒത്തിരി കടഭാരങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി കടഭാരങ്ങൾ. തനിക്കൊരു വരുമാന മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ താൻ പറയുന്നു, ആ കടങ്ങളെല്ലാം വീട്ടി ഇനി ഒരു വാഗ്ദത്തം കൂടി നിറവേറണമായിരുന്നു, ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത്. ബ്രദർ അന്ന് പ്രവചിച്ചതുപോലെ തന്നെ ഇവർ സാധാരണഗതിയിൽ ഒത്തിരി പ്രായമായി അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾ കാത്തിരുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാകും. എന്നാൽ ഈ സഹോദരി ഗർഭവതിയായി, താൻ പറയുന്നു, ആ ഗർഭവതിയായ ആ ദിവസം മുതൽ പ്രസവിക്കുന്ന സമയം വരെ ഒരു അസ്വസ്ഥതയോ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിൽ ഒരു കോംപ്ലിക്കേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ശരിയാണോ പറയുന്നത്? എന്ത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ? ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ല, ശാരീരികമായി അല്ല, സാധാരണ വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെയുള്ള, അതായത് ഇത്രയും വൈകി കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ വരുന്ന വലിയ വലിയ സങ്കീർണതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫെബ്രുവരി 14 ഈ വർഷം ബ്രദർ ഡാമിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. 15 ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 16 നോർമൽ ഡെലിവറിയിലൂടെ വളരെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ആൺകൊച്ചാണോ പെൺകൊച്ചാണോ? ഹല്ലേലൂയ. അപ്പോൾ എത്ര വർഷത്തിന് ശേഷം? 10 വർഷത്തിന് ശേഷം? 11 വർഷത്തിന് ശേഷം? 11 വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടാണ് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത്. വി ബ്ലെസ് ദിസ് മിറാക്കിൾ ഗേൾ. 11 വർഷം ദൈവത്തിൽ വിശ്വസിച്ചവർ കാത്തിരുന്നു. ശുശ്രൂഷയിൽ ഒരിക്കലും ഭംഗം വരുത്തിയില്ല. അവരുടെ ഭാഗത്ത് കർത്താവിൽ വിശ്വസിക്കുന്നതും സേവിക്കുന്നതും ഭംഗിയായി അവർ ചെയ്തപ്പോൾ കർത്താവിൻ്റെ വാഗ്ദത്തം നിറവേറ്റിയതിനായി നന്ദി പറയുന്നു. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2016.
ജൂലൈ 6 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും മറ്റ് പ്രഗത്ഭരായ ഫാമിലി കൗൺസിലേഴ്സും ക്ലാസുകൾ നയിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് കൈനീട്ടി അങ്ങയുടെ കുഞ്ഞുങ്ങളെ തൊടണമേ. ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. നട്ടലിലുള്ള ക്ഷതങ്ങൾ, അതുപോലെയുള്ള മറ്റ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അബ്ഡോമിനൽ പ്രോബ്ലംസ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകളും അലർജികളും ഈ സമയത്ത് മാറിപ്പോകട്ടെ. പൈശാചിക ശക്തികൾ നിമിത്തം വരുന്ന രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോകട്ടെ. ഈ സമയത്ത് 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും ഈ സമയത്ത് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവിടുതൽ ഇപ്പോൾ നടക്കട്ടെ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സൗഖ്യമാകട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. മദ്യപാനത്തിൽ നിന്നും ജനം വിടുവിക്കപ്പെടട്ടെ. പുകവലിയിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ. ലഹരി മരുന്നിന് അടിമകളായവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, നിൻ്റെ വിടുതലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, ആ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും വേണ്ടവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.